നമസ്കാരം. പലതരം ദുരിതങ്ങളുടെ കൂട്ടപ്പെയ്ത്താണ് പ്രളയം. ചിലരെ തകർത്തത് വെള്ളപ്പൊക്കമാണെങ്കിൽ മറ്റു ചിലരെ തകർത്തത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ്. കൂടുതൽ ആൾനാശമുണ്ടായതും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും തന്നെ. ഫിനിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഇടിഞ്ഞു വീണ പാറക്കൂട്ടങ്ങൾക്കുള്ളിൽ നുറുങ്ങിയുടഞ്ഞ ഗ്രാമമാണ് പെരുങ്കാല. ഈ ഗ്രാമം പരസ്പരാശ്രയത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു ഉദാഹരണമായിരുന്നു. ഇവിടെ നഷ്ടമുണ്ടായത് ഏതെങ്കിലും കുടുംബത്തിനല്ല, എല്ലാവർക്കുമാണ്. അളക്കാനാവുന്നതല്ല മുറിവുകളുടെ ആഴം, അടക്കാനാവുന്നതല്ല ജീവിതങ്ങൾ പേറുന്ന ദുഃഖം. ഇത് ഇടുക്കിയുടെ പ്രളയകാല ശേഷപത്രം. പ്രേക്ഷകർ ക്ഷമിക്കണം, ഈ കഥ പറഞ്ഞ് നിങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങൾ നനവു പടർത്തുന്നുവെങ്കിൽ. പക്ഷേ ഇത് ഇടുക്കിക്കു പറയുവാനുള്ള കഥകളിലൊന്നാണ്. പറഞ്ഞേ തീരൂ. ഇടുക്കിയിലെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ 14-ാം വാർഡായ പെരിങ്കാലയിൽ നിന്നാണ് ഈ ജീവിതകഥ. ഗ്രാമം ഒരു കുടുംബം പോലെ കഴിയുകയായിരുന്നു ഇവിടെ, മലമുകളിലെ പാറക്കെട്ടുകൾക്ക് നടുവിൽ. എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് പാറക്കൂട്ടങ്ങൾ പെരുമഴ പോലെ പെയ്തിറങ്ങിയപ്പോൾ പെരിങ്കാലയിലെ വീടുകൾ തകർന്നടിഞ്ഞു. ഒപ്പം ഒരു കുടുംബത്തിലെ 4 ജീവിതങ്ങളും. സ്വന്തമായതെല്ലാം കവർന്നെടുത്ത ഉരുൾപൊട്ടൽ ബാക്കി വെച്ചത് ജയരാജിനെയും 6 വയസ്സുകാരൻ മകനെയും അവരുടെ ഒടുങ്ങാത്ത വേദനകളെയും. എൻ്റെ ഭാര്യയും ഒരു കൊച്ചും എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും കൂടി നഷ്ടപ്പെട്ടു പോയായിരുന്നു. പിന്നെ എനിക്കിവിടെ വാടകയ്ക്കാണ് ഞാൻ താമസിച്ചിരുന്നത്. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. പറയാൻ പറ്റില്ല. ജയരാജ്, ക്ഷമിക്കണം ഞങ്ങളോട്. തീ പോലെ പൊള്ളുന്ന ഈ കണ്ണീരിന്റെ ചൂട് ഈ നാടറിയട്ടെ. കഥനമായി പെയ്തൊഴിയട്ടെ ആ രാത്രിയുടെ നടുക്കുന്ന ഓർമ്മ. ഓഗസ്റ്റ് 15 രാത്രി. മലയിടിച്ചിൽ ഭീതിയിൽ വീടുകൾ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു നാട്ടുകാർ. ജയരാജന്റെ ഭാര്യ ഭാവന 2 മക്കളെയും ഒരുക്കി മാതാപിതാക്കളെയും കൂട്ടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ ആർത്തിരമ്പിയെത്തിയ പാറക്കൂട്ടത്തിനടിയിൽപ്പെട്ട് ഭാവനയും 1.5 വയസ്സുകാരി മകൾ ശ്രുതിയും ഭാവനയുടെ അച്ഛൻ രാമനും അമ്മ വത്സലയും കൊല്ലപ്പെട്ടു. 6 വയസ്സുകാരൻ മകൻ ദേവനന്ദൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എല്ലാത്തിനും ദൃക്സാക്ഷിയായി ജയരാജ്. ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ സംഭവം ഉണ്ടാകും. ഞാനൊരു കടയിലേക്ക് ഇറങ്ങി പോയതുള്ളൂ. ഈ തൊട്ടടുത്ത കടയിൽ ഞാൻ ചെന്നു കട കയറിയപ്പോൾ അതിൻ്റെ പുറകെ പോരുമായിരുന്നു ഈ സംഭവമല്ല. അത് ഞാൻ കണ്ടുണ്ടായിരുന്നു. തകർന്നു വീണത് വാടക വീടാണ്. പ്രിയപ്പെട്ടവർക്കൊപ്പം കുഴിച്ചു മൂടപ്പെട്ടു ജീവിതമാർഗമായിരുന്ന ഓട്ടോറിക്ഷയും. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ജീവനം മാർഗം ഒരു ഓട്ടോറിക്ഷയായിരുന്നു. അത് ഈ ദുരന്തത്തിൽ തന്നെ പെട്ടു. അത് നഷ്ടപ്പെട്ടു പോയി. വേറെ പണിക്ക് പോകാൻ പറ്റില്ല. കൊച്ചൊറ്റയ്ക്കുള്ള വീട്ടിൽ അമ്മനെ പഠിപ്പിക്കണം. അല്ലാതെ വേറൊരു ജോലിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എനിക്ക്. മൃതിയുടെ മണം ഇനിയും വിട്ടുമാറാത്ത മൺകൂനകൾക്കരികിൽ ജയരാജ്. ഒപ്പം നേരമിരുട്ടിയാൽ അമ്മയ്ക്കും കുഞ്ഞനുജത്തിക്കുമായി പരതുന്ന 6 വയസ്സുകാരൻ ദേവനന്ദനും. കൊച്ചിനിപ്പോൾ അത് വലിയ കാര്യമായിട്ടൊന്നും ബാധിപ്പിക്കുന്നില്ല.
കാരണം വെച്ചാൽ കൊച്ചായതുകൊണ്ടേ കരയിപ്പിക്കാൻ പറ്റില്ല അതിനെപ്പറ്റി. വൈകുന്നേരങ്ങളിൽ ഒരു വിഷമമുണ്ട് കിടന്നുറങ്ങാൻ നേരം. മലമുകളിൽ നിന്നുയരുന്ന ഈ വിലാപങ്ങളുടെ കുത്തൊഴുക്ക് ഇനിയും നിലയ്ക്കുന്നില്ല. അതിങ്ങനെ പെരുമഴയായി പെയ്യുകയാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക്. പെരുങ്കാലയിൽ ഉരുൾപൊട്ടൽ ഭീതി ഒഴിഞ്ഞിട്ടില്ല. എന്നാണ് ഇവർക്ക് ഭയക്കാതെ ഒന്ന് കിടന്നുറങ്ങാനാവുക? തിരിച്ചടികളിൽ പതറാതെ കരുത്തോടെ മുന്നേറാൻ ശ്രമിച്ചതുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിൽ പരുവപ്പെട്ടത്. കരുത്തൻ അതിജീവിക്കും എന്നതാണ് അടിസ്ഥാന തത്വമെങ്കിലും ഒരു ചെറിയ കൈത്താങ്ങ് കൊണ്ട് ഒട്ടേറെ പേരെ അതിജീവിപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ പ്രളയകാലം നമ്മെ എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത്? ഒരു മഴ ആർത്തു പെയ്താൽ, ഒരു പുഴ നഷ്ടപ്പെട്ട ദിശ തിരിച്ചറിഞ്ഞാൽ, ഒരു മല മുറിവുകളിൽ പിടഞ്ഞ് കരഞ്ഞാൽ, നിലതെറ്റി വീഴുവാൻ മാത്രം ശേഷിയുള്ളവരാണ് മനുഷ്യൻ എന്ന മഹാസത്യം. ഒപ്പം മറ്റു ചിലതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിജീവനത്തിൻ്റെ ചെറുതുരുത്തുകളായി നമ്മളറിയാതെ നമ്മുടെ കാൽച്ചുവടുകളിൽ ജീവിച്ചു പോരുന്ന ചില മനുഷ്യരെ. ഈ പ്രളയകാലം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അത്തരം ചില പച്ചയായ ജീവിതങ്ങൾ. ഈ അമ്മയ്ക്ക് പേര് ചെല്ലമ്മ. ചെങ്ങന്നൂരിൽ ഇടനാട്ടിൽ പ്രളയമെത്തും മുൻപേ ദുരിതങ്ങളുടെ ജീവിത കയത്തിൽ നീന്തി നടക്കുന്നവൾ. പ്രളയം വന്നു കൊണ്ടുപോയി. വീടിൻ്റെ ഒരു ഭാഗവും ഉടുതുണി വരെയും. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ഒറ്റമുറി വീട് ആകെ ഉലഞ്ഞു നിൽപ്പുണ്ട്. വീട്ടിനുള്ളിലെ ഇരുട്ടിൽ മാനസികാരോഗ്യമില്ലാത്ത മകൾ. നിത്യദുരിതത്തിൽ കഴിയുന്ന ഈ അമ്മയ്ക്ക് സ്വന്തം കഥയിലെ ദുരന്തങ്ങൾ നിർവികാരമായി വിവരിക്കാനാകും. ജീവിക്കുന്ന നമുക്ക് ഈ സൗജന്യരി കിട്ടത്തില്ലേ, അത് കഞ്ഞി വയ്ക്കും. പിന്നെ ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇച്ചിരി സാധനങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് കിട്ടും മാസത്തിൽ. എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കൂടും. എല്ലാവരും ഉരുട്ടി തിന്നുമ്പോൾ നമ്മൾ കോരി കുടിക്കും. അറിയത്തില്ല എല്ലാവരും നമ്മൾ ഇന്നതാ കഴിക്കുന്നതെന്നാണ്. ഭർത്താവ് മരിച്ചു. വലുതാക്കി പഠിപ്പിച്ച് വിവാഹം ചെയ്തയച്ച മകൾ മനോരോഗിയായി. അവളുടെ ഭർത്താവ് മരിച്ചു. ചെല്ലമ്മയുടെ മകൻ ആത്മഹത്യ ചെയ്തു. മകളുടെ മകൻ കുടുംബം നോക്കുന്നില്ല. തളരുന്നില്ല ഈ അമ്മ. ഇവയ്ക്കെല്ലാം മുകളിലേക്ക് പ്രളയം പെയ്തിറങ്ങിയിട്ടും എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മോക്ക് ഈ അസുഖം കാരണം എനിക്ക് മനസ്സിന് ദുഃഖമാണ്. അവൾക്ക് മാനസികമായിട്ടുള്ള കുഴപ്പമാണ്. തലക്ക് കൊണ്ടുവന്നിട്ട് 6 മാസമായി പോയിട്ട്. ഓണമൊക്കെ വരുന്നത് എന്നും പറഞ്ഞ് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ ഇപ്പം കൂടുതലാണ്. ഒന്നും പറയത്തില്ല, ഇങ്ങനെ അനങ്ങാതെ കിടക്കും, ഒന്നും എടുക്കത്തുമില്ല. അവിടെ അച്ഛനും മരിച്ചു, അവിടെ ഭർത്താവും മരിച്ചു, അവളും വിധവയാണ്, ഞാനും വിധവയാണ്. ഒരു മോനുണ്ടായിരുന്നു, കെട്ടി തൂങ്ങി മരിച്ചു. ഞാൻ പണിക്ക് പോയിച്ചു വന്നപ്പം തൂങ്ങിയ ഇവിടെ ആയിരുന്നു പേരക്കൊന്ന്, ഇവിടെ തൂങ്ങി കിടക്കുന്നു. നിലതെറ്റിപ്പോയ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് മകൾ ലേഖ. ഞങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഇതിൽ വേണം കോഴിക്കോട്. അതേ ഉള്ള ആവശ്യം.
കോഴിക്കോട് ഒരു ഇതിലും ബസ്സും ഒരാടും വേണം. ആട് വേണം. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം. നമ്മൾ നവകേരള നിർമ്മാണത്തിന്റെ മാസ്റ്റർ പ്ലാനുകളെക്കുറിച്ച് ഉച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ഏറെ ദൂരമകലെ തോൾ കുനിച്ച് നിശബ്ദം ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ചിലർ. ഇവർക്ക് ജീവിതം എന്നും ഇങ്ങനെ. പുതിയ കേരളം അതിജീവിച്ച ദുർബലരുടേത് കൂടിയാവട്ടെ. ചെല്ലമ്മയ്ക്കും കുടുംബത്തിനും നിങ്ങളുടെ കൈത്താങ്ങ് ആവശ്യമാണ്. എല്ലാവർക്കും എന്തെങ്കിലും സഹായം എന്നതിനപ്പുറം വേണ്ടവർക്ക് വേണ്ട സഹായം എന്നതിൽ തന്നെയാവണം തീർച്ചയായും സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. നമുക്കും അതിനായി പരിശ്രമിക്കാം. വീണ്ടും ഫീനിക്സ് കേരളയിൽ കാണാം.